നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ നൽകിയ സംഭവം ഇന്ന് വളരെയധികം ചർച്ചയായിരിക്കുന്നു. നമുക്കറിയാം, രാവിലെ മുതൽ തന്നെ ഈ ഒരു വാർത്തകൾ വരുന്നുണ്ട്. മാത്രമല്ല, പ്രതികരണങ്ങൾ വരുന്നുണ്ട്. വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ്. 2018 പ്രളയബാധിതരെ സഹായിക്കാൻ പറവൂർ മണ്ഡലത്തിൽ വി.ഡി. സതീശൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് പുനർജനി. പദ്ധതി നടപ്പിലാക്കാൻ വിദേശത്ത് നിന്ന് അനധികൃതമായി പണം സ്വീകരിച്ചു എന്ന ആരോപണം അന്ന് തന്നെ ശക്തമായിരുന്നു. പിന്നാലെ ബർമിംഗ്ഹാമിലെത്തി പണം പിരിച്ചെന്ന് വി.ഡി. സതീശൻ സമ്മതിച്ചു. ഇതിനോടനുബന്ധിച്ച് ഈ ഒരു സമ്മതം കൂടി വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായതോടെയാണ് അന്വേഷണം തുടങ്ങിയത്. വി.ഡി. സതീശന് വിദേശത്ത് പണപ്പിരിവ് നടത്താൻ അനുമതിയില്ലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകൾ, വിജിലൻസ് അന്വേഷണം നിർദ്ദേശിച്ച് CBI നൽകിയ കത്ത്, വിജിലൻസിന് നൽകിയ പരാതികൾ, സ്വീകരിച്ച തുടർ നടപടികൾ, കത്തിടപാടുകൾ എന്നിവയടക്കം ഇഡിക്ക് കൈമാറിയിരുന്നു. പിന്നാലെയാണ് ഇത്രയും കാലം നിയമവശങ്ങൾ നോക്കുകയായിരുന്നു. ഇപ്പോൾ അത്തരത്തിലൊരു ശുപാർശ നൽകിയിരിക്കുന്നു വിജിലൻസ്. അപ്പോൾ CBI അന്വേഷണത്തിന് ശുപാർശ നൽകിയിരിക്കുകയാണ് വിജിലൻസ്. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതികരിച്ചിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പുനർജനിയിൽ ആദ്യമായി അന്വേഷണം ആവശ്യപ്പെട്ടത് ശ്രീ വിജയൻ സർക്കാരാണോ? അല്ല. BJP ആണോ? അല്ല. അത് ശ്രീ വി.ഡി. സതീശൻ തന്നെയാണ്. ഒന്നാം വിജയൻ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിന് പ്രതിരോധം എന്ന നിലയിൽ പുനർജനി പദ്ധതിക്കെതിരായി ആരോപണം CPM ഉന്നയിച്ചു. ആ ആരോപണത്തിന് മറുപടിയായി ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത്, ഏത് അന്വേഷണ ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ, ആ അന്വേഷണത്തിനൊടുവിൽ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പുനരുജ്ജീവന പദ്ധതിയെപ്പറ്റി നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും എന്നാണ്. പുനർജനി കേവലമായ ഒരു ഭവന നിർമ്മാണ പദ്ധതി മാത്രമല്ല, അതൊരു പുനരധിവാസ പദ്ധതിയാണ്. 200-ൽ പരം പുതിയ വീടുകളും 100-ൽ പരം വീടുകളുടെ അറ്റകുറ്റപ്പണിയും മാത്രമല്ല, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും വരുമാനമില്ലാത്ത മനുഷ്യർക്ക് പശുവും ആടും തൊട്ട് തയ്യൽ മെഷീനുകൾ വരെ കൊടുക്കുന്ന സമഗ്ര പദ്ധതിയാണിത്. ശ്രീ വി.ഡി. സതീശനോട് എനിക്കും നിങ്ങൾക്കും യോജിക്കാം, വിയോജിക്കാം, എതിർക്കാം, അനുകൂലിക്കാം, അതൊക്കെ തുടരുകയും ചെയ്യാം. പക്ഷേ അതിൻ്റെ പേരിൽ പുനർജനി പോലെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു പദ്ധതിയെ എതിർക്കുന്നത് ജനവിരുദ്ധമാണ് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. വി.ഡി. സതീശന് അനുകൂലമായൊരു പ്രതികരണം, ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയുള്ള ഒരു പ്രതികരണമാണ്. നമുക്കറിയാം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് പുറത്താണ്, കോൺഗ്രസ് പുറത്താക്കി കഴിഞ്ഞു. എന്നിട്ടും ഈ ഒരു വിഷയത്തിൽ വി.ഡി. സതീശന് അനുകൂലമായൊരു പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയം. അതേസമയം പുതിയ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് തനിക്കെതിരെ ഉയരുന്ന പുതിയ അന്വേഷണ ശുപാർശ, ഈ ഒരു വിഷയത്തിൽ വി.ഡി. സതീശൻ പ്രതികരിച്ചിരുന്നു. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്ത സാഹചര്യത്തിലാണ് വി.ഡി. സതീശന്റെ പ്രതികരണം. എന്ത് വന്നാലും രാഷ്ട്രീയമായി നേരിടുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഒരു വർഷം മുൻപത്തെ ശുപാർശയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നത് തിരഞ്ഞെടുപ്പ് ആയതിനാലാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ കേസ് നേരത്തെ ഒരു വട്ടം അന്വേഷിച്ച കേസാണ്. ഇത് നിലനിൽക്കുന്നതല്ലെന്ന് അന്ന് വിജിലൻസ് തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നും ഇത് നിയമപരമായി നിലനിൽക്കില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവിനെതിരായ കേസിൽ K. സുധാകരൻ പ്രതികരിച്ചിരുന്നു. ഇത് വെള്ളരിക്ക പട്ടണമല്ലെന്നും കേസ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണെന്നും K. സുധാകരന്റെ പ്രതികരണം. നിയമപരമായ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് കേസിനെ നേരിടുമെന്നും K. സുധാകരൻ പറഞ്ഞു. അതേസമയം ഇത് തിരഞ്ഞെടുപ്പിലെ ചെപ്പടി വിദ്യയാണെന്നായിരുന്നു KC വേണുഗോപാൽ MPയുടെ പ്രതികരണം. മോദിയെ സുഖിപ്പിച്ച് എങ്ങനെ ഭരണം നിലനിർത്താമെന്നാണ് നോക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. CBI അന്വേഷിക്കുന്നതാണോ എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്തിരുന്ന ജനറൽ സെക്രട്ടറി MA ബേബി. CBIയുടെ കാര്യത്തിൽ പാർട്ടിക്ക് നിലപാടുണ്ട്. ഒരു സാഹചര്യത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് CPM എടുത്തിട്ടില്ല. സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയേ പറയാൻ കഴിയൂ. കൂടുതൽ ആ വിഷയത്തിൽ സംസാരിക്കുന്നത് എനിക്കും നിങ്ങൾക്ക് നല്ലതല്ല എന്നായിരുന്നു MA ബേബിയുടെ പ്രതികരണം. എന്തായാലും ഈ കോൺഗ്രസ് പാളയത്തിൽ എല്ലാ നേതാക്കന്മാരും, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പ്രതികരിച്ചത് ഈ ഒരു കേസ് ഇതൊരു ഇത്തരത്തിൽ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കേണ്ടതില്ല, തീർത്തും ഈ ഒരു തിരഞ്ഞെടുപ്പൊക്കെ അടുത്തു വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണിത്. അല്ലാതെ ഈ ഒരു സംഭവം അത് വലിയൊരു ഈ കയ്യിൽ നിന്ന് എല്ലാം പോകുമെന്നായപ്പോൾ പിണറായി വിജയൻ സർക്കാർ എടുത്തിരിക്കുന്ന ഏറ്റവും അവസാനത്തെ അമ്പാണ് ഇത്, ഈ ഒരു പുനർജനി പദ്ധതി, ഈ ഒരു സംഭവം എന്ന തരത്തിലുള്ള പ്രതികരണമാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഉയരുന്നത്. എല്ലാ മുതിർന്ന നേതാക്കളും അണിനിരക്കുകയാണ് വി.ഡി. സതീശന് പിന്നിൽ. എന്തായാലും എല്ലാവരും ഇത്തരത്തിൽ ഇതൊരു ഗിമ്മിക്ക്, ഇത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ സർക്കാരിന് മറ്റായുധങ്ങളും ഇല്ലാത്തതുകൊണ്ട് പ്രയോഗിക്കുന്ന ഒരു ആയുധം എന്ന രീതിയിൽ മാത്രമാണ് ഇതിനെ കാണുന്നത്. അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ്
അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് CBI അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. ഒരു വർഷം മുൻപ് മുൻ ഡയറക്ടർ യോഗേഷ് ഗുപ്തയാണ് ശുപാർശ ചെയ്തത്. FCRA നിയമത്തിന്റെ ലംഘനം, സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതിലെ നിയമലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണത്തിന്റെ ആവശ്യകതയിലേക്ക് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. FCRA നിയമം 2010 സെക്ഷൻ 3(2)A പ്രകാരം CBI അന്വേഷണം നടത്തണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം കേരള നിയമസഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിലെ അനുബന്ധം 2 റൂൾ 41 പ്രകാരം നിയമസഭാ സാമാജികൻ എന്ന തരത്തിൽ നടത്തിയ നിയമലംഘനത്തിന് സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസിന്റെ ശുപാർശ. മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്ത് നിന്നും പണം സ്വീകരിച്ചത്. UK-യിൽ നിന്നും 22,500 പൗണ്ട് വിവിധ വ്യക്തികളിൽ നിന്നും സമാഹരിച്ച് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. UK ആസ്ഥാനമായുള്ള മിസ് ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന NGO വഴിയാണ് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRO അക്കൗണ്ടിലേക്ക് പണം അയച്ചത്. UK-യിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയബാധിതരായ സ്ത്രീകൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി നെയ്ത്ത് യന്ത്രം വാങ്ങാൻ 500 പൗണ്ട് വീതം നൽകണമെന്ന് VD സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ തെളിവായി വിജിലൻസ് പരിശോധിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഈ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം നോക്കാം. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്ത സംഭവത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേന്ദ്ര ഏജൻസിയെ സംബന്ധിച്ച് പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. ഇവിടുത്തെ വിഷയം വിദേശ പണം സ്വരൂപിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. വിഷയത്തിൽ സർക്കാർ നിയമപരമായി ചെയ്യാൻ കഴിയുന്നതായിരിക്കും ചെയ്യുക എന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. സർക്കാർ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് CPMന്റെ നിലപാട്. അതേസമയം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള നീക്കമാണ് െന്ന ആരോപണം ശക്തമായ സാഹചര്യത്തിൽ ആ ആരോപണത്തെ MV ഗോവിന്ദൻ തള്ളി. ഇതും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട എന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. വിദേശത്ത് പോയി പണം സ്വരൂപിക്കാൻ ആർക്കും അവകാശമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. CBI അന്വേഷണം എന്നത് എല്ലാത്തിന്റെ അവസാന വാക്കാണെന്ന നിലപാട് തങ്ങൾക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിച്ച റിപ്പോർട്ടാണ് വിജിലൻസ് നൽകിയിരിക്കുന്നത്. സർക്കാർ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കട്ടെ എന്ന് MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതേസമയം വളരെ നിർണായകമായ ഒരു നീക്കമാണ്. അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേട്, ആ ക്രമക്കേടിൽ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ നൽകിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിലുള്ള ശുപാർശ വരുമ്പോൾ ഈ ഒരു സംഭവം ചർച്ചയാകുമ്പോൾ അത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ബാധിക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ നിലവിൽ ശക്തമാണ്. വിജിലൻസിന്റെ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കാണ് കൈമാറിയിരിക്കുന്നത്. ഇനി എന്ത് തീരുമാനം മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്നതും ഏറെ നിർണായകമാണ്. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് CBI അന്വേഷിക്കണമെന്ന ശുപാർശയിലുള്ളത് ഒരു വർഷം മുൻപ് മുൻ ഡയറക്ടർ യോഗേഷ് ഗുപ്തയാണ് ശുപാർശ ചെയ്തത്. ഈ കാര്യത്തിൽ വരുന്ന ദിവസങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും. VD സതീശന്റെ മണ്ഡലമായ പറവൂരിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതി നേരത്തെ തന്നെ വിവാദത്തിലകപ്പെട്ടതാണ്. പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചതിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി തേടി വിദേശത്ത് പോയി ഫണ്ട് സ്വീകരിച്ചതും അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതും നിയമലംഘനമാണെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. കേസിൽ വിശദമായ അന്വേഷണത്തിന് തങ്ങൾക്ക് പരിമിതിയുണ്ടെന്നും കൃത്യമായ അന്വേഷണം നടത്താൻ പറ്റുന്ന ഏജൻസി CBI ആണ് എന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. FCRA നിയമലംഘനം 2010 സെക്ഷൻ 3(2)A പ്രകാരം CBI അന്വേഷണം നടത്തണമെന്നാണ് റിപ്പോർട്ടിലെ ആവശ്യം. എന്തായാലും ഈ ആവശ്യം അംഗീകരിക്കപ്പെടുമോ ഇല്ലയോ, എന്താണ് ഇനി ഇതിന്മേലുള്ള ഈ നിർദ്ദേശത്തിന്മേലുള്ള തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ്, അന്വേഷണം ഉണ്ടാകുമോ, CBI വരുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നിര ഒന്നടങ്കം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഈ ശബരിമല വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ആവശ്യം മുന്നോട്ട് വന്നപ്പോൾ സർക്കാർ അതിനെ എതിർത്തിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണം എന്ന് സർക്കാർ വാശി പിടിക്കുകയാണെങ്കിൽ എങ്ങനെയാണത് സർക്കാരിൻ്റെ ഒരു നിലപാട് വരുന്നത്? മറ്റേത് CBI അന്വേഷണത്തിൽ വിശ്വാസമില്ല, കോൺഗ്രസിൻ്റെ കാര്യം വരുമ്പോൾ CBI അന്വേഷണം വേണം. അപ്പോൾ എങ്ങനെയാണ്? വളരെ കരുതലോടെ നീക്കങ്ങളായിരിക്കും ഇനി CBIയുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസും ഇത്തരത്തിൽ ഒരു പ്രതിരോധം സൃഷ്ടിച്ചു കഴിഞ്ഞത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പരാജയ ഭീതി മണത്തുള്ള ഒരു പ്രതിരോധമാണ്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിരോധമാണെന്ന ഒരു വാദമൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞു. എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം എങ്ങനെയാണ് ഈ വിഷയം പരിഹരിക്കപ്പെടുക എന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.